അമേരിക്കയിൽ ഗ്രീൻ കാർഡ് ഉടമകൾക്ക് 2026 നിരവധി നിർണായക മാറ്റങ്ങൾ നേരിടേണ്ടി വരുമെന്ന ഇമിഗ്രേഷൻ അഭിഭാഷകൻ മുന്നറിയിപ്പ് നൽകുകയാണ്. നിയമപരമായ കുടിയേറ്റക്കാർക്കും ഗ്രീൻ കാർഡ് ഉടമകൾക്കും മേൽ നിരീക്ഷണം കർശനമാക്കുന്ന രീതിയിലാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ നയങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. 2026 പ്രാബല്യത്തിൽ വരുന്നതോ നിലവിൽ നിലനിൽക്കുന്നതോ ആയ പ്രധാന മാറ്റങ്ങൾ ഇവയാണ്. ആദ്യത്തേത് സ്മോൾ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അഥവാ SBA വായ്പകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതാണ്. മാർച്ച് 1 മുതൽ ഗ്രീൻ കാർഡ് ഉടമകൾക്ക് SBA വായ്പകൾ ലഭിക്കില്ല. ബിസിനസ് ഉടമസ്ഥതയിൽ US പൗരന്മാർ അല്ലാത്തവർ ഉണ്ടെങ്കിൽ ആ സംരംഭങ്ങൾക്ക് വായ്പ അനുവദിക്കില്ല. വായ്പ ലഭിക്കണമെങ്കിൽ നേരിട്ടുള്ളതും അല്ലാത്തതുമായ എല്ലാ ഉടമകളും US പൗരന്മാരായിരിക്കണം. രണ്ടാമത്തേത് കർശനമായ പശ്ചാത്തല പരിശോധനയാണ്. ഗ്രീൻ കാർഡ് പുതുക്കുന്നതിനോ പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിനോ പോകുന്നവർക്ക് മുൻപത്തേക്കാൾ കടുപ്പമേറിയ പശ്ചാത്തല പരിശോധനകൾ നേരിടേണ്ടി വരും. ഗ്രീൻ കാർഡ് ലഭിച്ചപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ടോ, ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അധികൃതർ സൂക്ഷ്മമായി പരിശോധിക്കും. മൂന്നാമത്തേത് ബയോമെട്രിക് എൻട്രി എക്സിറ്റ് നിർബന്ധമാക്കിയതാണ്. 2025 ഡിസംബർ 26 മുതൽ അമേരിക്കയിലേക്ക് പ്രവേശിക്കുകയോ പുറത്തു പോകുകയോ ചെയ്യുന്ന എല്ലാ അമേരിക്കൻ പൗരന്മാരല്ലാത്ത വ്യക്തികൾക്കും ഗ്രീൻ കാർഡ് ഉടമകൾ ഉൾപ്പെടെ ബയോമെട്രിക് ഫോട്ടോഗ്രാഫിക്ക് വിധേയരാകേണ്ടതുണ്ട്. ഓരോ തവണ അതിർത്തി കടക്കുമ്പോഴും മുഖം സ്കാൻ ചെയ്യും. ചിലർക്ക് വിരലടയാളവും ഐറിസ് സ്കാനും ആവശ്യമായി വരും. ഈ ബയോമെട്രിക് എൻട്രി എക്സിറ്റ് സംവിധാനം വലിയ വിമാനത്താവളങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞു. വൈകാതെ ഇത് കര, കടൽ, തുറമുഖങ്ങളിലേക്കും വ്യാപിക്കും. ഗ്രീൻ കാർഡ് ഉടമകൾ യാത്ര പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ഈ സ്ക്രീനിംഗ് പ്രക്രിയയ്ക്കായി അധിക സമയം കണ്ടെത്തണം. ഗ്രീൻ കാർഡ് ഉടമകൾ ചുരുങ്ങിയത് 6 മാസമെങ്കിലും US താമസിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഇത് സഹായിക്കും. നാലാമത്തേത് അഭയാർത്ഥികളെ തടഞ്ഞു വെക്കാനുള്ള പുതിയ നയമാണ്. അഭയാർത്ഥി പദവി അഥവാ റെഫ്യൂജി സ്റ്റാറ്റസിൽ US എത്തി 1 വർഷം പൂർത്തിയായിട്ടും ഗ്രീൻ കാർഡ് ലഭിക്കാത്തവരെ തടഞ്ഞു വെക്കാൻ പുതിയ നയം അനുവാദം നൽകുന്നു. കർശനമായ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം രാജ്യത്തേക്ക് പ്രവേശിച്ചവരാണെങ്കിലും ഇവർ വീണ്ടും സ്ക്രീനിങ്ങിന് വിധേയരാകേണ്ടി വരും. അഞ്ചാമത്തേത് കണ്ടീഷണൽ ഗ്രീൻ കാർഡ് ഉടമകൾക്ക് പരിശോധന ഏർപ്പെടുത്തിയതാണ്. വിവാഹം വഴി ലഭിക്കുന്ന കണ്ടീഷണൽ ഗ്രീൻ കാർഡ് കൈവശമുള്ളവരുടെ വീടുകളിലോ ഓഫീസുകളിലോ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പില്ലാതെ പരിശോധനയ്ക്ക് എത്തിയേക്കാം. ദമ്പതികൾ ഒരുമിച്ചാണോ താമസിക്കുന്നതെന്നും വിവാഹം യഥാർത്ഥമാണോ എന്നും ഉറപ്പുവരുത്തുന്നതാണ് ഈ പരിശോധന. ഇനി അമേരിക്കയിലെ ഗ്രീൻ കാർഡ് ഉടമകളെക്കുറിച്ച് വിശദമായി നോക്കാം. അമേരിക്കയിൽ സ്ഥിരമായി താമസിക്കാനും ജോലി ചെയ്യാനും ഒരു വിദേശ പൗരന് അനുവാദം നൽകുന്ന ഔദ്യോഗിക രേഖയാണ് ഗ്രീൻ കാർഡ്. ഇത് കൈവശമുള്ളവർക്ക് US പൗരന്മാരുടേതിന് സമാനമായ മിക്ക അവകാശങ്ങളും ലഭിക്കുമെങ്കിലും വോട്ടവകാശം ഉണ്ടായിരിക്കില്ല. ലഭ്യമായ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം നിലവിൽ ഏകദേശം 1.27 കോടി ഗ്രീൻ കാർഡ് ഉടമകൾ അമേരിക്കയിൽ താമസിക്കുന്നുണ്ട്. ഇതിൽ പകുതിയിലധികം പേരും US പൗരത്വത്തിന് അർഹതയുള്ളവരാണ്. 2023 സാമ്പത്തിക വർഷത്തിൽ മാത്രം ഏകദേശം 11.7 ലക്ഷം പേർക്ക് പുതുതായി ഗ്രീൻ കാർഡ് അനുവദിച്ചു. US കുടിയേറ്റക്കാരിൽ ഇന്ത്യക്കാർക്ക് വലിയ പ്രാധാന്യമുണ്ട്. 2023 ഏകദേശം 78,000 ഇന്ത്യക്കാർക്ക് ഗ്രീൻ കാർഡ് ലഭിച്ചു. നിലവിൽ 1.2 ദശലക്ഷത്തിലധികം ഇന്ത്യക്കാർ ഗ്രീൻ കാർഡിനായുള്ള കാത്തിരിപ്പിലാണ്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.